ദൂരെ മാമലമേലെ സംഗീതം മൂളും കാറ്റും ഷാരോൺ താഴ്വര തന്നിൽ ചിരി തൂകും ശോഷന പൂവും കരുണാമയൻ അണഞ്ഞിടും പുണ്യബലി പീഠം അതിലെന്നുമേ തെളിഞ്ഞിടും സ്നേഹദീപം പോൽ ഈശോ ഈശോ ഞാൻ കാത്ത എൻ പുണ്യം തൂമഞ്ഞിൻ പുഞ്ചിരി തൂകി വന്നു മിന്നും പൊന്നൊളി വിട്ടം എൻ്റെ ഉള്ളിൽ ആനന്ദമേകി ഉണ്ണീശോ നൽകി മുത്തം പുലരി തണുവിൽ കുളിരും മനവും നിറയും കരളിൽ മൃദുവാം സ്നേഹം അരികിൽ ഈശോ അണയും നിമിഷം. ഹലോ, എൻ്റെ പേര് ബ്ലെസി റാഫേൽ. ഞാൻ ബാംഗ്ലൂർ നാരായണ ഹൃദയാലയയിൽ റെസ്പിറേറ്ററി തെറാപ്പി സ്റ്റുഡൻ്റാണ്. ഞാൻ നാട്ടിലിവിടെ കോട്ടയത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ, പപ്പ, മമ്മി, ഞാൻ ഒറ്റ മോളാണ്. ഞങ്ങൾ 3 പേരുള്ള ഒരു കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി, എനിക്കൊരു വല്യമ്മച്ചിയും കൂടി ഉണ്ട് കേട്ടോ. വല്യമ്മച്ചി ഞങ്ങളുടെ കൂടെ തന്നെയാണ്. പിന്നെ നാട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. ആകപ്പാടെ 2 പേരായിട്ടാണ് ഞാൻ അത്യാവശ്യം നല്ല കമ്പനിയായിട്ട് നിൽക്കുന്നത്. ഒരാൾ ഡെൻറ്റിസ്റ്റാണ്. ആ ചേച്ചി ഇവിടെ പാലായിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ചേച്ചിയുടെ പേര് ശില്പ എന്നാണ്. പിന്നെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഒരു നേഴ്സാണ്. ചേച്ചി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. ചേച്ചിയുടെ വീടും 2 പേരും ഇവിടെ കോട്ടയംകാർ തന്നെയാണ്. നാട്ടിൽ വരുമ്പോഴത്തേക്കും ഈ ജാൻമരി ചേച്ചിയും ശില്പ ചേച്ചിയൊക്കെ അവൈലബിൾ ആണോ എന്നായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്. അവർ 2 പേരും അവരിവിടുത്തുകാരായതുകൊണ്ട് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോയി അല്ലെങ്കിൽ ആരുടെയും ഒരാളുടെ വീട്ടിൽ കൂടുമോ, ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം കുശവർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അന്ന് അടിച്ചു പൊളിച്ച് അങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഹലോ ചേച്ചി. ഹലോ. പുറത്തോട്ട് ഞാൻ ഇവിടെ എത്തിയേ. ഹലോ. എന്നാ ഉണ്ട്? ഓ, സുഖം. പിന്നെ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ പറ. നല്ല വിശേഷം. വിശേഷം ഇവിടെയല്ലേ, നാട്ടിൽ മഴയൊക്കെയാന്ന് തോന്നുന്നല്ലേ? അതെ അതെ, മഴക്കാരൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. നമുക്കൊന്ന് അകത്തോട്ട് കയറണ്ടേ? സ്പൂൺ തരും. കഴുകി. ചേച്ചി എന്താ ഇനി പോകുന്ന കാര്യം? പോകുന്ന കാര്യമൊക്കെ പ്രോസസ്സിങ് നടക്കുന്നു. ആണോ? എത്ര കാലം എടുക്കും ഇനിയിപ്പം? ഒരു 3 മാസം. അതല്ലേ. അതോടെ കഴിഞ്ഞ് കാണാനായിട്ട് ഞങ്ങൾക്ക് UK വരുന്നതായിരിക്കും. അതെ അതെ. അയ്യോ, ഇല്ല, OIT കഴിഞ്ഞില്ലേ ചേച്ചിയുടെ? ഇപ്പം പഠിപ്പിക്കുന്നല്ലേ? അതെ, പഠിപ്പിക്കും. പിന്നെ വൈകുന്നേരത്തെ കാര്യം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ പോലെ? നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് മഴയല്ലേ, നാളെ എങ്ങാനും
ഇപ്പോൾ ലേറ്റ് ആയില്ലേ, നാളെ നമുക്കൊരു ഉച്ചയോടുകൂടി ശില്പ ചേച്ചിയുടെ അടുത്ത് പോവാം. എന്നിട്ട് ചേച്ചിനെ കണ്ട് നാളെ എവിടെയെങ്കിലും വൈകിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ പിന്നെ അടുത്തടുത്തായതുകൊണ്ട് ഇടയ്ക്കെല്ലാം കാണാൻ ഒക്കത്തില്ലേ? എനിക്ക് അതും പറ്റത്തില്ല. അതെ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അയ്യോ എനിക്കറിയാം പിന്നെ ആൻറ്റിയുടെ ടെൻഷൻ. ബാക്കി കഴിക്കും, ഞാനായിട്ട് ഇനി തടസ്സപ്പെടുത്തുന്നില്ല പാത്രം കഴിക്കണം. നീ വന്നിരുന്നിട്ട് ഇപ്പം ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്ന ശരിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വന്നതിൻ്റെ പേരിൽ പണിയാണ്ടിരിക്കണ്ട. ചേച്ചി ഞാൻ കാര്യം പറയട്ടെ, കുറേ നാളെ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് കേട്ടാൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് അവിടെ പറയും, നമ്മുടെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഇങ്ങനെ ജാൻ ചേച്ചിയാണ്, ഇപ്പം OET ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ചേച്ചി, അടിപൊളിയായിട്ട് പാടുന്നൊക്കെ പറയും. അപ്പം ഒന്ന് കേൾക്കാനൊന്ന് പാടാവോ? ഇപ്പം തന്നെ വേണോ ഈ അടുക്കളയിൽ? കല തുടങ്ങാൻ പറ്റിയ സ്ഥലം അടുക്കളയാ. നീ പറഞ്ഞല്ലേ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. കംപ്ലൈൻറ്റ് മാറിയോ? കംപ്ലൈൻറ്റ് മാറി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജാൻമരി ചേച്ചി. ചേച്ചി ഇപ്പോൾ നഴ്സിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് OETയുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആൾ OET പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആൾ പുറത്തോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വണ്ടർഫുൾ സിംഗറാണ്. അടിപൊളിയായിട്ട് എല്ലാ കാര്യത്തിലും കൂടി വരുന്ന ഒരാളാണ്. പിന്നെ ഇനി ഒരാളും കൂടി ഉണ്ട്, ശില്പ ചേച്ചി. ശില്പ ചേച്ചിയുടെ വീട്ടിൽ നമുക്ക് നാളെ പോകാം. നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കണ്ടിരിക്കാം. ഓ വീട് കാണുമ്പോൾ ഇതല്ല, അപ്പുറത്തെ അതാ വീട്. നേരെ പോ. ഇതാണ് യെസ് ബോസ്, ഇവിടെ തന്നെ. സ്റ്റോപ്പ് മാടി. എത്ര നാളായി കണ്ടിട്ട്. ചുറ്റിയോ? ഒത്തിരി ചുറ്റിയോ? അപ്പുറത്തെ വീട് ആദ്യം മാറിപ്പോയി. ആണോ? ഇവിടെ വന്നപ്പോ എല്ലാ വീടും ഒരുപോലെ വീടിന്റെ പടി ഒരുപോലെ. അതെ അതെ, ആ വീടിന്റെ സെയിം സ്റ്റെപ്പ് പോലെ ആയതുകൊണ്ട്. വാ കേറുക. എല്ലാരും ഉണ്ട്. ഉണ്ട്. അമ്മച്ചി ഓർക്കുന്നില്ലേ ഇവരെ? എന്റെ കൂടെ ട്യൂഷൻ പഠിച്ച. ഇതേ എല്ലാരും ഉണ്ട്. വാ. എന്നായിരിക്കുന്നു വിശേഷം? നിങ്ങള് ഇനി എന്നാ നിനക്ക് പോകണ്ട? നിന്റെ എന്തേലും ആയോ? എല്ലാം പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നിനക്ക് ടിക്കറ്റ് എടുത്തല്ലോ. പോയി വന്നിരിക്കുന്നു. വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെന്ന് തോന്നുന്നില്ല. ഭയങ്കര മാറ്റമൊക്കെ. എന്തൊക്കെയോ. അമ്മച്ചി സുഖല്ലേ? പരിപാടി? വൈകിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഡ്യൂട്ടി എപ്പോഴാണ് കഴിയുന്നത്? എന്റെ 6:30 ആകുമ്പോൾ കഴിയും. നമ്മളെവിടെയോ നമ്മള് പോവാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ? എവിടെ പോകണ്ടേ? അല്ല, ചേച്ചിയുടെ ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയം നോക്കി എടുക്കാന്ന് വിചാരിച്ചു. ഞാനൊരു 6:30 ആകുമ്പത്തേനും ഫ്രീ ആവും. കറക്റ്റ് എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വന്നേക്കും. ഓക്കെ, ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. അന്നേരം നിങ്ങള്. അത് ശരിയാ. അമ്മച്ചിക്ക് പിടിക്കണ്ടേ? ഷുഗർ വല്ലതും ഉണ്ടോ? ഷുഗറേ ഉള്ളൂ. അതെയോ? ഷുഗറായിരുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അങ്ങനെ ഫുൾ ഞങ്ങള് റെസ്റ്റിലായിരുന്നു. മാർസ്ലീവ് ഒരു വർഷമായല്ലേ അമ്മ? ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ മാസം 9 തീയതി 1 വർഷമായി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മച്ചിക്ക് ഇപ്പം? ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പോയായിരുന്നു മരുന്ന് മേടിക്കാൻ. അതെയോ? കുഴപ്പമില്ല, നന്നായി എക്കോ ഒക്കെ നോക്കി ബ്ലഡ് പരിശോധിച്ചു.
അതൊക്കെ നോർമലാണെന്നാ പറഞ്ഞത്. പിന്നെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അതെ അതെ, ഒരു കുഴപ്പമില്ല. പല്ല് പറിക്കാൻ അല്ല, നിങ്ങൾക്ക് ജനറൽ മെഡിസിൻ പല്ല് പറിച്ചു. വെറുതെ അല്ല, പല്ലിന്റെ എണ്ണം കുറയുന്നു. അതെ. അതുവഴി ഏതോ ഒരു സാധനം ചെയ്യുമ്പോഴേ ഹലോ, കുറച്ച് ലേറ്റ് ആയി പോയി. ഒന്നുള്ളൂ. ക്ലിനിക്കിൽ നിന്ന് വരാൻ ലേറ്റ് ആയി. അതാടി, പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ചേച്ചി ജോലിയൊക്കെ? കുഴപ്പമില്ലടി, പേഷ്യൻ്റ് ഉണ്ട്, അങ്ങനെ പോകുന്നു. അതെ, പല്ലുവേദന ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. അതെ അതെ കുറെ ഇഷ്ടപ്പെട്ട് പോയതല്ലേ ഡെന്റിസ്റ്റ്? അതെ അതെ. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. എല്ലാവരുടെയും ഒരു മിത്തെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡല്ലേ. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ പെൺകുട്ടികൾ എന്തായാലും മെഡിക്കൽ ഫീൽഡേ പോവുകയുള്ളൂ. അത് എല്ലാവർക്കും ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ചെയ്യാൻ, ഫാമിലീനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ എളുപ്പം അതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും വിചാരം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നതെന്നാണ്. ബട്ട് ദ ഫാക്ട് ഇസ് നമുക്കും ഒരു ഇഷ്ടം തോന്നിയിട്ടായിരിക്കും പോകുന്നത്. ശരിക്കും ഇതൊക്കെ ഒരു കോളാണ് അല്ലേ, ദൈവവിളി എന്ന് പറയുന്ന പോലെ തന്നെ. അതുപോലെ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്നത് അതും പെർഫ്യൂഷനിസ്റ്റ് ആവാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരാള് അല്ലേ, ഇപ്പൊ വേറെ ഒന്നിലോട്ട് പോയി. എല്ലാം നമുക്കൊരു കോളാണ്. ഇപ്പൊ തന്നെ എത്ര ആഴ്ച കൊണ്ട് മമ്മി വിളിച്ചെന്നറിയാമോ? എത്തിയോ, വരാറായോ, എത്ര നേരം എടുക്കും, എല്ലാം ചോദിച്ചു. അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിയാണ് അവർക്ക്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹം എന്ന് പറയില്ല, കാലം അങ്ങനെയാണല്ലോ. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്ന് ക്ഷീണിച്ചു. ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല തോന്നുന്നു. ഇപ്പൊ ഡയറ്റ് ചെയ്യുക അതുകൊണ്ട്. ശരിയാ, ഇവിടെ ഡയറ്റിങ്. അപ്പൊ എൻ്റെ അവസ്ഥ പക്ഷെ എനിക്കൊന്ന് ഇച്ചിരി കൂടെ ഇങ്ങനെ ചബ്ബിയൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും കാണാൻ ഒരു ക്യൂട്ട്നെസ് ഇല്ലേ? ഇവിടുന്ന് ബസ്സിൽ കയറുമ്പം ആദ്യം മമ്മി ഒന്ന് വിളിക്കും. അച്ചാച്ചി ആയിരിക്കും ആക്കുന്നത് പപ്പ. എന്നിട്ട് പപ്പ വിളിക്കും, ആ മോളെ കയറിയല്ലോ അല്ലേ, ഇരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, സ്ലീപ്പറായിരിക്കും. ഇങ്ങനെ സീറ്ററിൽ പോയി കഴിഞ്ഞാൽ കാലൊക്കെ ഭയങ്കരമായിട്ട് മരയ്ക്കും ഇങ്ങനെ പെട്ടെന്ന്. അപ്പം അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മ വിളിക്കും, മോളെ ഇരുന്നില്ലേ, എവിടെ എത്തി? അമ്മേനോട് വഴി ചോദിക്കരുതിനെ, കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി എനിക്ക് അറിയത്തില്ല എന്ന് പറയും. എന്നിട്ട് പറയും, കുഴപ്പമില്ല, ജവമാല എടുത്തു കൊന്തല്ലിക്കൊണ്ടിരുന്നു. പക്ഷേ അതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പറയുന്ന ഒരു കാര്യം. എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകുമ്പോഴത്തേക്കും ജവമാല എടുത്തു കൊന്തല്ലിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്കെന്നല്ല, നമുക്കൊരു പ്രൊട്ടക്ഷനാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എന്നോട് ഇങ്ങനെ അച്ചാച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊന്ത ചൊല്ലി നടക്കുന്ന ഒരാളാണ്. അപ്പം അച്ചാച്ചി ഇങ്ങനെ എപ്പോഴും പറയും, നമ്മൾ ഒരു ദിവസം ഒരു സമ്പൂർണ്ണ ജപമാല പറ്റിയില്ലേ, ഒരു ജപമാലയെങ്കിലും ചൊല്ലിയിട്ടേ നീ കിടക്കാവുള്ളൂ എന്ന് പറയും. അപ്പോൾ എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ടൈം റൂമിൽ നിന്ന് ഡ്യൂട്ടിക്ക് നടക്കത്തില്ല. അപ്പം നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ചെല്ലാൻ തുടങ്ങും. അപ്പം എനിക്ക് 4ാമത്തെ ദിവസം എത്തുമ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തും. പിന്നെ ഒരെണ്ണം മിച്ചമുണ്ടാകും. അത് ഇങ്ങനെ നമ്മൾ കൊന്തമോതിരത്തെ ഇങ്ങനെ പിടിച്ച് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നടക്കത്തില്ല, കാര്യം നല്ല ക്ഷീണിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഞാൻ അവിടെ വെച്ച് തന്നെ ആലോചിക്കുന്ന, കർത്താവേ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെന്നുണ്ട് ലിഫ്റ്റ് കിട്ടി നേരെ വീട്ടിൽ പോകാമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. നീ പണ്ട് ഒരു പാട്ട് പാടത്തില്ലായിരുന്നോ? ശരിക്കും എനിക്ക് ഇടയ്ക്കൊക്കെ മിസ് ചെയ്യും കേട്ടോ അന്ന് പാട്ട്. അതൊന്ന് പാടിയത് രസമായിരുന്നു. കാരണം അച്ഛന്മാര് വരും ആ വിളിച്ചിരുന്നിട്ടുണ്ട്. അല്ല, അക്ഷരസ്മൃത കണ്ടിട്ടല്ല, റിസർച്ച് ചെയ്ത ഫാദർ വരെ ഞെട്ടിപ്പോയി. അത് ഞെട്ടിപ്പോയത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഇത്രയും മണ്ടത്തരം പറയുന്ന എല്ലാത്തിനും ഓർത്തിട്ട് ആലോചിക്കും. എന്നാലും ഒന്ന് പാടിക്കണം.
എൻ്റെ ഈശോയെ 2 വരി പാടാം, ബാക്കി എനിക്ക് ലിറിക്സൊക്കെ എടുക്കണം ഇനി പോയിട്ട്. दसमी रासा लिकार मरियम विश शमशा सीना सरा वेस्त्रो ഈ ഒരു പാട്ടിൽ എനിക്ക് ആകെ അറിയാവുന്ന മറിയം മാത്രം, ആകെ അറിയാവുന്ന വേർഡ് മറിയം മാത്രം. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ ഈ പാട്ട് കേട്ടിരിക്കാൻ. അതല്ലേ. ഒരു മിനിറ്റ് ജ്യൂസ് എന്തെങ്കിലും പറഞ്ഞാൽ ജ്യൂസ് കേട്ടോളെ. ഏതാ വേണ്ട? ഗ്രേപ്പ്. ഗ്രേപ്പ് 1 ഗ്രേപ്പ്. ഒരെണ്ണം ഇച്ചിരി തണുപ്പ് കുറച്ച് എടുക്കണം. 2 അല്ല, എല്ലാം തണുപ്പ് കുറച്ച് കൊടുത്തു. മഴയൊക്കെ അല്ലേ, കുഴപ്പമില്ല. നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അല്ല, മറ്റേ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ജാൻ ചേച്ചിയുടെ മറ്റേ പാട്ട്, ചാപ്പലിലെ പാട്ട്. ഞാനിതിങ്ങനെ മറന്നു വരുമായിരുന്നു. കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന, ജോലിയൊക്കെ കഴിഞ്ഞ്. അതെ, ഇവളുടെ കോളേജിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ പറയും ഞെട്ടിച്ച പാട്ട്. ഇപ്പൊ പാടിയാലും നിങ്ങൾ ഞെട്ടും. നമുക്ക് ഞെട്ടാവുന്നേ ഉള്ളൂ. ഇവിടെ എന്റെ സുറിയാനി കിട്ടി ഞെട്ടുന്ന അത്ര ഇല്ലല്ലോ. ധൈര്യമായിട്ട് പാടിക്കും. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായിന്ത് പാടുപെട്ടോ നീ, അന്നു ജീവനേകുവാനായിന്ത് പാടുപെട്ടോ നീ, എൻ്റെ ജീവനായവനേ നീ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ. ഞെട്ടിയോ? എനിക്ക് അവസാനത്തെ ആ ഹൈപ്പിച്ച് പോകുന്ന ഒരു ഇതിലേക്ക് ഭയങ്കര ഇഷ്ടം. അത് കേൾക്കുമ്പോഴത്തേക്ക് കുറെ നാളെ പാടിയിട്ട് പഴയ അരിപ്പെടുത്തൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ മറ്റേ സിസ്റ്റർ പഠിപ്പിച്ച പാട്ട് ഓർക്കണം, സോണിയ സിസ്റ്റർ പഠിപ്പിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് പാടിക്കൊണ്ടിരുന്നു. മറ്റേ നാഥാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നിസ്തുലമാം ജീവിതങ്ങളെല്ലാം നിഷ്ഫലമായി പൂവണിഞ്ഞിടാം. നിസ്തുലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാഥാ നിന്നെ കാണാം, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. എത്ര നാള് കഴിഞ്ഞാലും എവർഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്. കുടിക്ക് അതല്ലേ ജോസ് കുടി. ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിനക്ക് ഭയങ്കര എക്സ്പീരിയൻസസ് ഒക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുനിന്നൊക്കെ. ഫൈനൽ ഇയർ ഫസ്റ്റ് എക്സാം ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയിരുന്നേ. ഫൈനൽ ഇയറിൽ ഫുൾ സെറ്റ് മുഴുവൻ പഠിച്ചു. അങ്ങനെ പോയി പേപ്പർ കിട്ടിയിട്ട് ഒരക്ഷരം ഓർമ്മ വരുന്നില്ല. അതെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അതായത് നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇല്ല.
ഫുൾ ബ്ലാങ്കായി. ഞാൻ അവിടെ ഇരുന്ന് തന്നെ എനിക്ക് സങ്കടം നമുക്ക് വരുമല്ലോ, ഇങ്ങനെ എക്സാമൊക്കെ എഴുതി എല്ലാവർക്കും തന്നെ പാടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണേലും ഇച്ചിരി ടഫായിരുന്നേ. എന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും പൊട്ടി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. വീട്ടിൽ വിളിച്ചാണേലും കരച്ചിൽ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു തന്ന എനിക്കൊരു വചനം, ആ വചനം എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് വന്ന് തന്നെ വചനം എഴുതി പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ ഫുള്ളായിട്ട് ബൈബിള് വായിക്കും. ഏതായിരുന്നു ആ വചനം? എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാലോ. ദൈവവചനം എന്നിൽ പ്രാപ്തമാകട്ടെ എന്ന് പറഞ്ഞ ഒരു വചനമാണ്. അങ്ങനെ ആ വചനം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് ആ ഒരു സബ്ജക്റ്റിന് തന്നെയായിരുന്നു. എനിക്ക് നമ്മൾ പണ്ട് ജയവായുടെ മീറ്റിങ്സിനൊക്കെ പോകുമ്പോഴത്തേക്കും പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടിലെ മറ്റേ സ്തുതിക്ക് യോഗ്യനാം യേശുനാഥം. ഞാൻ അവിടെ ചെന്നപ്പോഴും ജയവായിൽ നമ്മുടെ പള്ളിയിൽ ജയവായിൽ ഇത് ഇങ്ങനെ കൂടുമായിരുന്നു. മീറ്റിങ്സ് കൂടുമ്പോഴത്തേക്കും ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പിന് ആ പാട്ട് ഇങ്ങനെ പാടും. എനിക്ക് എൻ്റെ ഓർമ്മ എന്ന് പറയാം, നമ്മൾ നാട്ടിൽ നിന്ന് പാടുമ്പം ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന വിധത്തിൽ ആ സെയിം ഒരു തന്നെ അവിടെ വെച്ച് ഒന്നിട്ട് പാടിയാലോ. സ്തുതിക്കു യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാൻ ഇന്നു നിൻ സന്നിധി, പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ നീ മാത്രമെന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല, സ്വർഗത്തിലും ഇന്നും ഭൂമിയിലും ഇന്നും നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. അത് ശരിക്കും ഇല്ലേ, ആ ജീസസ് യൂത്തിൻ്റെ ഓരോ പ്രോഗ്രാമിനൊക്കെ അങ്ങ് കേൾക്കുമ്പോഴാണ് ഭയങ്കര ഒരു എനർജിയായി പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഈശോ നമ്മുടെ അടുത്തിങ്ങനെ വന്ന് സംസാരിക്കും നമുക്ക് തോന്നുന്ന ടൈമിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്നൊരു പാട്ടാണ് മറ്റേ മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ. ലിറിക്സൊക്കെ വന്നിട്ട് അടിപൊളിയൊരു സോങ് അത്. അതെ, ഒന്ന് പാട് പാട്ട്. മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തിങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. നല്ല ഫീലല്ലേ. പെട്ടെന്ന് ആ വിഷമങ്ങളിലോട്ടൊക്കെ ഞാനും എൻ്റെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. OET കിട്ടാതെ കുറേ നാളിങ്ങനെ കിടന്ന് വിഷമിച്ചേ. അപ്പം ഞാൻ ഓർത്ത് എന്താ എനിക്ക് മാത്രം കിട്ടാത്ത, ഇപ്പം നമ്മളെക്കാളും ഒട്ടും അറിയത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നവർ പോലും ഒറ്റ അറ്റംപ്റ്റിലൊക്കെ എഴുതി പാസ്സാവുന്നു. പക്ഷേ നമ്മൾ എത്ര ചെയ്തിട്ട് അങ്ങോട്ട് ആവുന്നില്ല എവിടെയും. ഈവൻ നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് ഉറപ്പാണെങ്കിൽ പോലും റിസൾട്ട് വരുമ്പം കിട്ടിക്കാണത്തില്ല. ഞാനിങ്ങനെ എന്താ ദൈവത്തിനോട് ഭയങ്കരമായിട്ട് വഴക്കിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനും ഒരു മൂഡില്ല. അങ്ങനെ വളരെ ഡൗൺ ആയിപ്പോയി. ആ കറക്റ്റ് സമയത്ത് എൻ്റെ പപ്പായ്ക്ക് മേലാതായി. പപ്പായ്ക്ക് കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാനാണ് മൂത്തത്. അപ്പം ഞാൻ വേണം ഇതൊക്കെ നോക്കാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പിള്ളേർ കളിയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പപ്പായ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഓടി നടന്നു.
മെഡിക്കൽ കോളേജിലായിരുന്നു പപ്പായും. അപ്പോൾ പപ്പായുടെ കൂടെ നിൽക്കാനും പിന്നെ അവിടെ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. മരുന്ന് മേടിക്കുക, ബ്ലഡ് റിസൾട്ട് കൊണ്ട് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും. അങ്ങനെ വീൽ ചെയർ വരെ ഉണ്ടാൻ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുമായിരുന്നു, ചിലപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പോയിരുന്നെങ്കിൽ, എനിക്കിതിപ്പോൾ കിട്ടിപ്പോയിരുന്നെങ്കിൽ പപ്പായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാരണം പൈസ മാത്രമല്ലല്ലോ, നമുക്ക് നമ്മുടെ പ്രസൻസും പേരൻസിന് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന് അപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പപ്പായ്ക്ക് ഭയങ്കര സിക്കായി, ഞങ്ങളെ വിട്ട് പോയി. അപ്പം എനിക്കിപ്പം സന്തോഷിക്കാൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, കാര്യം പപ്പ വേദനകളിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് പപ്പാനെ നോക്കാൻ പറ്റി. കാര്യം എനിക്ക് ഫിനാൻഷ്യലി ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പ്രായത്തിലുള്ളവർ UK പോയിരുന്ന പേരൻസിന് നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെ പൈസ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പ്രസൻസ് ഞാൻ പപ്പാനെ ഹാപ്പി ആക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എനിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വരും അങ്ങോട്ട്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, കാരണം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പപ്പായും പറയുമായിരുന്നു, നിൻ്റെ സ്ഥാനത്ത് ഇപ്പം വേറെ ഏത് മക്കളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. ശരിക്കും നമ്മുടെ പേരൻസിന് നമ്മൾ എത്ര പൈസ കൊടുക്കുന്നതിലല്ല കാര്യം. എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ വിചാരിക്കുക അവിടെ എന്തൊക്കെയോ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, നമ്മളെ കൊണ്ട് എന്തൊക്കെയോ അവിടെ ആവശ്യമുണ്ട്. നിനക്കാണേലും നിന്റെ ലൈഫിൽ തന്നെ നിനക്ക് ഓർക്കാൻ പറ്റിയ നിന്റെ ഫാദറിനെ നീ ഇത്രയും നോക്കി, അതൊരു നല്ല കാര്യമാണ്. ഈ കൂടുതലും മെഡിക്കൽ ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞിടെ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കേട്ടൊരു പാട്ടുണ്ട്, കാരുണ്യവാനായ നാഥ. എനിക്ക് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവർക്കും വേണ്ടി മാത്രമായിട്ട് ചെയ്തൊരു നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തൊരു പാട്ടാണ്. കാര്യം അതിൻ്റെ ലിറിക്സ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചേച്ചിക്കത് മനസ്സിലാവും തോന്നും. രോഗികളിൽ നിന്ന് അവിടെ നിന്നല്ലേ, രോഗിയിൽ നിൻമുഖം ദർശിക്കുവാൻ അപരൻ്റെ വേദന ഒപ്പിടുവാൻ, രോഗിയിൽ നിൻമുഖം ദർശിക്കുവാൻ അപരൻ്റെ വേദന ഒപ്പിടുവാൻ, നല്ലൊരു സമരിയനായിടാനും ഹൃദയത്തിൽ കരുണ നിറയ്ക്കണമേ, നല്ലൊരു സമരിയനായിടാനും ഹൃദയത്തിൽ കരുണ നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യൂ ഗുരു, എന്നെ അങ്ങേതായി മാറ്റൂ ഗുരു, അഭിഷേകം ചെയ്യൂ ഗുരു, എന്നെ അങ്ങേതായി മാറ്റൂ ഗുരു, കാരുണ്യവാനായ നാഥ, നിൻ സന്നിധി ഞാൻ വരുന്നു, കാരുണ്യവാനായ നാഥ, നിൻ സന്നിധി ഞാൻ വരുന്നു, അലിവോടെ ശുശ്രൂഷ ചെയ്യാൻ നിന്നാത്മാവിനാൽ നിറയ്ക്കൂ, അലിവോടെ ശുശ്രൂഷ ചെയ്യാൻ നിന്നാത്മാവിനാൽ നിറയ്ക്കൂ. തലക്കേട്ടില്ലാത്ത ഫിൽറ്റർ നോക്കി നമുക്ക് എടുക്കാം. തിരിച്ചു വെച്ചെടുക്കാതായിരിക്കും. കൊള്ളാല്ലേ?